നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ബംഗളൂരുവിലെ CSK വേഴ്സസ് RCB പോരാട്ടം പൊടിപൊടിക്കുകയാണ്. കിടിലൻ പ്രകടനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും തകർപ്പൻ തുടക്കമായിരുന്നു RCBക്ക് ലഭിച്ചത്. ആദ്യ 3 ഓവറുകൾ അവർ 31 റൺസ് എടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ മഴ പെയ്തു. പിന്നെ റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് മിച്ചൽ സാന്റ്നറും മഹീഷ് ദീക്ഷാനയും ചേർന്നുകൊണ്ട് കിടിലൻ ബൗളിംഗ്. അങ്ങനെ 3 ഓവറിൽ 31 എത്തിയ RCBയുടെ സ്കോർ പവർ പ്ലേ കഴിയുമ്പോൾ വെറും 42 ചുരുക്കിയിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് ആഞ്ഞടിച്ചു കോഹ്ലി അർദ്ധ സെഞ്ചുറിക്ക് തൊട്ടു മുമ്പ് ഔട്ടായി. പിന്നെ കാര്യം ഏറ്റെടുത്ത ഡുപ്ലസി പൊളിച്ചെടുക്കുന്ന കാഴ്ച. രവീന്ദ്ര ജഡേജയ്ക്ക് ഒരു ഓവറിൽ 20 കൊടുത്തത്. അങ്ങനെ അർദ്ധ സെഞ്ചുറിയൊക്കെ അടിച്ച് മികച്ച രൂപത്തിൽ പോയിക്കൊണ്ടിരുന്ന ഡുപ്ലസി റൺഔട്ടായി. 39 പന്തിൽ നിന്ന് 3 4 3 6 അടക്കം അദ്ദേഹം 54 റൺസ് എടുത്ത് കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് സാന്റ്നർ റൺഔട്ടാക്കുക എന്ന് പറഞ്ഞാൽ പട്ടിദാറിന്റെ ഒരു സ്ട്രൈറ്റ് ഡ്രൈവ് സാന്റ്നറുടെ കയ്യിൽ കൊണ്ടുകൊണ്ട് സ്റ്റമ്പിലേക്ക് എത്തുകയായിരുന്നു. നോൺ സ്ട്രൈക്കിംഗ് എൻഡിലാണ് ഡുപ്ലസി ഉണ്ടായിരുന്നത്. അവിടെ സ്റ്റമ്പിൽ കൊള്ളുകയായിരുന്നു. അത് തേടംബേർക്ക് കൊടുത്തു. തേടംബേർ ബാറ്റ് ക്രീസിൽ ടച്ച് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. ബാറ്റ് എയറിലായിരുന്നു എന്നാണ് പറയുന്നത്. പന്ത് എന്തായാലും സാന്റ്നറുടെ കയ്യിൽ കൊണ്ടിട്ടുണ്ട്. അത് അൾട്രാ എഡ്ജ് വെച്ച് കറക്റ്റാക്കി നോക്കി. മൈക്കൽ ഗഫ് ആയിരുന്നു വീണ്ടും ഒരിക്കൽ കൂടി ഈ ഒരു വിവാദം ഉണ്ടാകുന്ന സമയത്ത് തേടംബേർ അത് ബാറ്റ് ക്രീസിന് ഉള്ളിലേക്ക് തന്നെ ബാറ്റ് വരുന്നു. പക്ഷേ ഗ്രൗണ്ടഡ് അല്ല എന്നുള്ളത് കൊണ്ടാണ് ഔട്ട് കൊടുക്കുന്നത്. ഡുപ്ലസി അവിശ്വസനീയതയോടുകൂടി പ്രതികരിക്കുന്നത് കണ്ടു. RCBയുടെ ഡഗ്ഔട്ട് മുഴുവനും അത് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുന്നത് കണ്ടു. ഇത് ഔട്ടാണോ തേടംബേർക്ക് തെറ്റുപറ്റിയതാണോ എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ച. വലിയ രൂപത്തിൽ ഇപ്പൊ എക്സിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകൾ വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ഔട്ടാവുന്നത്, അത് ഔട്ടല്ല. ഒരു പോസ്റ്റ് വരുന്നത് തേടംബേർ കംപ്ലീറ്റ്ലി ബയാസ്ഡ് ആണ്, ഇത് റോങ് ഡിസിഷൻ ആണ് എടുക്കുന്നത്, ഡുപ്ലസി ഔട്ടല്ല, ബാറ്റ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കമന്റ് വരുന്നു. അതുപോലെ മറ്റൊരു കമന്റ് വരുന്നത് ഇത് ഫിക്സിംഗ് ആണ്, CSK അനുകൂലമാക്കി കാര്യങ്ങൾ മാറ്റിയെടുത്താണ്, തേടംബേർ അതിനനുസരിച്ച് നിന്നതാണ് എന്ന തരത്തിൽ പോസ്റ്റ് വരുന്നത്. അങ്ങനെ നിരവധി പോസ്റ്റുകൾ ഇങ്ങനെ ഇത് തെറ്റായിട്ടുള്ള തീരുമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ട് കളി വീക്ഷിക്കുന്നവർക്ക് ഒരു പക്ഷെ തോന്നിയിട്ടുണ്ടാവുക ബാറ്റ് ഗ്രൗണ്ടഡ് അല്ല, ടച്ച് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. അതിനു മുമ്പ് ബെയില് ഡിസ്ലോഡ് ചെയ്യപ്പെട്ടിരുന്നു. എന്തായാലും നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. എനിക്ക് തോന്നിയതാണ് ഞാൻ പറഞ്ഞത്. അത് തേടംബേർക്ക് തെറ്റുപറ്റിയതല്ല, വലിയ രൂപത്തിൽ ദൗർഭാഗ്യമാണ്. ഇങ്ങനെ ഔട്ടാവുക എന്നുള്ളത് വലിയ ദൗർഭാഗ്യമാണ്. ക്രിക്കറ്റിൽ ഏറ്റവും ദൗർഭാഗ്യകരമായ രൂപത്തിൽ ഔട്ടാണത്. അങ്ങനെ ഡുപ്ലസി ദൗർഭാഗ്യകരമായിട്ട് ഔട്ടായി എന്നാണ് എനിക്ക് ഈ കാര്യം കാണുമ്പോൾ തോന്നുന്നത്. നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന വീഡിയോസ് എനിക്ക് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.